എങ്ങനെയുണ്ടായിരുന്നു 12,000 പേരുടെ കൂടെ എങ്ങനെയുണ്ടായിരുന്നു ഭരതനാട്യം ശരിക്കും പറഞ്ഞാല് ലൈഫില് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ആൻഡ് ഇത് ലാസ്റ്റിലത്തെ ഒരു എക്സ്പീരിയൻസ് കൂടെ ആയിരിക്കും. ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു ഗിന്നസ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഗിന്നസ് റെക്കോർഡ് നേടി കഴിഞ്ഞു നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങള് ഒരു സ്ഥലത്തു നിന്നുള്ള ആൾക്കാരല്ല? അല്ല, പല സ്ഥലത്തുനിന്ന്. ഓൾ കേരള അല്ലേ? അപ്പൊ ഇതിനുവേണ്ടി എത്ര നാളത്തെ പരിശ്രമം വേൾഡ് അല്ലേ? ഈ നിങ്ങളൊക്കെ ഇതിനു മുമ്പ് ഇപ്പൊ ഈ നൃത്തം ചെയ്യുമ്പോ ഒരു സാധാരണ 10 പേര് എത്ര പേരാ സ്റ്റേജിലൊക്കെ ഉണ്ടാവാറ്? പൊതുവെ 7 പേര് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 7 പേരുടെ കൂടെ നമ്മള് പ്രവർത്തിക്കുമ്പോ തന്നെ നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ടാവും. ഈ 12,000 പേര് തെറ്റിക്കോന്ന് അങ്ങനെയൊക്കെ മനസ്സിലുണ്ടാവും? ഇല്ല, അത്രക്ക് എല്ലാരും ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ദിവ്യ മാം സ്റ്റേജിന്റെ നടുവെന്നാണ് കളിച്ചത്. സോ ആ ഒരു കോൺഫിഡൻസും പിന്നെ നമ്മള് മൊത്തത്തിലൊരു എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മലയാളി വീണ്ടും ഒരു റെക്കോർഡ് ഉണ്ടാക്കിയേക്കാണ്. അതെ വീണ്ടും ഇത് മുറിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഇത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് 2 വർഷത്തിന് ശേഷമാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനൊരു പ്ലാനിങ് ഒക്കെ നിങ്ങൾ എത്ര നാൾ ഇതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു? അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെ ക്രോഡീകരിച്ചൊക്കെ അതിനെപ്പറ്റി എങ്ങനെയാണ്? 6 മാസത്തിന് മുന്നേ നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. അവര് നമുക്ക് വീഡിയോ അയച്ചു തന്നു, ഡാൻസ് ടീച്ചർ എടുത്ത്. അപ്പൊ ഡാൻസ് ടീച്ചർ നമുക്ക് പഠിപ്പിച്ചു 6 മാസം മുന്നേ. ഇതിലിപ്പോ ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമുള്ള ആളുകൾ? ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല. ഏത് പ്രായക്കാർക്കും. ഈ ഭരതനാട്യം തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഭരതനാട്യം ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കലയാണ്. പിന്നെ തമിഴ്നാടിന്റെ ഡാൻസ് ഫോം ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു കലയും കൂടെ ആയതുകൊണ്ടാണ് ഭരതനാട്യം സെലക്ട് ചെയ്തത്. അപ്പൊ ഈ കണ്ണ് നിറഞ്ഞ മൊമെന്റുകൾ അങ്ങനെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ ഒരു മൊമെന്റ്. നമ്മള് സക്സസ്ഫുൾ ആവോ ഫെയിൽ ആവോ എന്നുള്ള ഒരു മൊമെന്റ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങളിപ്പോ നിൽക്കുന്നത് ഈ സ്റ്റേഡിയത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പോർട്സ് നടക്കുന്ന ഒരു സ്റ്റേഡിയം ആണ് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സ്റ്റേഡിയത്തിലൊരു നൃത്തം നമ്മുടെ ഒരു മിംഗ്ലിംഗ് ആണ് സംസ്കാരങ്ങളുടെ ഒക്കെ അല്ലെ? ഈ സ്റ്റേഡിയത്തിന് ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ? ഇപ്പൊ ISL കാണാനൊക്കെ വന്നിട്ടുണ്ടോ? ISL ഫുട്ബോൾ നടക്കുന്ന ഇവിടെ നൃത്തമാണ് ചെയ്തിരിക്കുന്നത്. അതെ ആ ഭാഗ്യം കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട്. അല്ലേ? ഹാപ്പിയാണ്. എന്താ പറയണ്ടേ, ഇതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ല. നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റി, മകളോടുകൂടെ പങ്കെടുക്കാൻ പറ്റി. മകളുടെ കൂടെ പങ്കെടുക്കാൻ പറ്റി, അത് തന്നെ വലിയ അഭിമാനാണ്. ഇവിടെ അമ്മയും മക്കളുണ്ട്? 2 മക്കളുണ്ട്. സന്തോഷം അല്ലെ? അപ്പൊ ഈ സാരിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എല്ലാരും ഓരോ കൈലാസത്തിന്റെ തീം ആയതുകൊണ്ട് ആകാശത്തിന്റെ നീല കളർ സെലക്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. അല്ലെ? ഇപ്പൊ ഈ മെജോറിറ്റി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നൃത്തം ഭരതനാട്യമാണ്. ലോകത്ത് എവിടെ ചെന്നാലും ഈ ഭരതനാട്യം എന്നുള്ള ഒരു ആർട്ട് ഫോം അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇതും കൂടി സിമ്പലും കൂടിയാണ് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. റെക്കോർഡുകളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. റെക്കോർഡുകാർ അല്ലേ? ഹാപ്പി? ഹാപ്പി. എങ്ങനെ കാണികളുടെ ഒരു ആവേശം? കാരണം ഫുട്ബോള് ക്രിക്കറ്റ് ഒക്കെ നടന്ന ഒരു സ്റ്റേഡിയത്തിലെ ആവേശം നൃത്തത്തിന് വരുമ്പം വമ്പൻ ഒച്ചയാണ് ഇവിടെ. ഉറപ്പല്ലേ? ഭയങ്കരമായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ആരവം കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഒട്ടുമില്ല. ഹാപ്പിയാണ്? നിനക്ക് ഇത് ആണുങ്ങൾക്ക് പറ്റൂലല്ലേ? ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും ഈക്വലി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല പരിപാടിയായിരുന്നു. ദിവ്യാണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം നല്ല എഫർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല പ്രോഗ്രാമാണ് ഇവിടെ ഉണ്ടായത്. അല്ല, മോളൊക്കെ ആദ്യം പറഞ്ഞത് വളരെ ടെൻഷൻ മോളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. കാരണം ഇത് എങ്ങനെയാണ് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവൾ വളരെ എഫർട്ട് എടുത്ത് നല്ല ദിവസത്തോളം പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാവരും, അതുപോലെ എല്ലാവരും നമ്മുടെ ഈ ടീമിലുള്ള എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നല്ലൊരു പരിപാടിയാണ്. അതെ നമ്മളിവിടെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മളിത് പറയുന്ന സമയത്ത് ഈ സത്യത്തിൽ രോമാഞ്ചം തന്നെ വരുന്നുണ്ട്. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ വരാൻ നമ്മൾ എറണാകുളത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇത് ശരിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലായെങ്കിൽ അത് ജീവിതത്തിന് ഒരു വലിയ നഷ്ടമായിരിക്കും. എന്തായാലും വളരെ നല്ല പരിപാടിയാണ്. വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും എൻ്റെ മക്കളെ പങ്കെടുപ്പിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. അതെ, ഏറ്റമോളാണ്. അഭിമാനമാണ് ഈ നിമിഷം. വളരെ നല്ല സന്തോഷവും അഭിമാനമാണ്. അതെ, സാധാരണ നമ്മുടെ ഒരു മോള് ഇപ്പൊ ഒരു കുഞ്ഞു സ്റ്റേജിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു പിതാവ് എന്നൊരു ഇതുണ്ടാവും. അതെ തീർച്ചയായിട്ടും. 12,000 പേര്. അതെ, 12,000 പേരിൽ പങ്കെടുക്കാൻ അതെ കാണികളും. വളരെ നല്ല പരിപാടിയായിരുന്നു. വളരെ സന്തോഷം. അടിപൊളിയായിരുന്നു. ഹാപ്പിയാണ്. താങ്ക് യു.